ഹലോ ഡേഡീസ്, ഹലോ ഇൻവെസ്റ്റേഴ്സ്, സിയാദ് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിക്ഷേപകരെ വളരെയധികം ആശ്വാസപ്പെടുത്തി. നിഫ്റ്റി 25,000 മുകളിൽ ക്ലോസ് ചെയ്തു. തുടർച്ചയായ 3 ദിവസം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. Q2 റിസൾട്ട് വരികയാണ്. അതിനു മുമ്പായിട്ട് പല ബാങ്കുകളും ഫിനാൻഷ്യൽ കമ്പനീസും എല്ലാം തന്നെ അവരുടെ Q2 ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിരുന്നു. രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി, ദീപാവലി വളരെ അടുത്തു, ഇതെല്ലാം തന്നെ റിയാക്ട് ചെയ്യപ്പെട്ട് പിന്നെ ഏഷ്യൻ മാർക്കറ്റിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായില്ല. ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ ഇലക്ഷൻ കഴിഞ്ഞു, റൂളിംഗ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു. ജപ്പാൻ മാർക്കറ്റ് ഒരു സിംഗിൾ ഡേ കൊണ്ട് 2000 പോയിൻറ്റിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി, 5% റാലി. അപ്പോൾ അതൊക്കെ കാരണം നിഫ്റ്റിയും ഇന്ന് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. സെൻസെക്സ് 500 പോയിൻറ്റിലേറെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 183 പോയിൻ്റ് റാലി രേഖപ്പെടുത്തി. ബാങ്ക് നിഫ്റ്റിയും 500 പോയിൻറ്റിലേറെ റാലി രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ന് ഹോസ്പിറ്റൽ സ്റ്റോക്കുകളും പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തു. പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം എല്ലാം തന്നെ റിവേഴ്സ് ചെയ്തുകൊണ്ട് മാക്സ് ഹെൽത്ത് കെയർ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനീസും പോസിറ്റീവിൽ റിയാക്ട് ചെയ്തു. ഫിനാൻഷ്യൽ കമ്പനീസ്, ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ, എസ്പെഷ്യലി കൊട്ടാക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇവരെല്ലാവരും തന്നെ ഇവരുടെ ബിസിനസ് റിപ്പോർട്ടുകൾ, ഡെപ്പോസിറ്റ് റിപ്പോർട്ട്, അതല്ലെങ്കിൽ ഇവരുടെ ടോട്ടൽ ബിസിനസ് AUM, അതെല്ലാം തന്നെ ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച ഒരു റിപ്പോർട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ടെലികോം കമ്പനിയായിട്ടുള്ള ഐഡിയ എന്നൊരു 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഐഡിയ ഈ സുപ്രീം കോടതിക്ക് ഒരു AGR ഡ്യൂവിൻ്റെ ഒരു അപ്പീൽ സമർപ്പിച്ചിരുന്നു. അപ്പോൾ അത് മാറ്റിവെച്ചു എന്നുള്ളതാണ്. ഒക്ടോബർ 13 മാറ്റിവെച്ചു എന്നുള്ള ന്യൂസാണ് ഐഡിയ എന്ന് സ്ലൈറ്റ്ലി ഫോള് രേഖപ്പെടുത്താൻ കാരണം. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എങ്ങും ഒരു പോസിറ്റിവിറ്റിയാണ് കണ്ടത്. ഗ്ലോബൽ മാർക്കറ്റിലും അതുപോലെ തന്നെയാണ് കണ്ടത്. നിഫ്റ്റിയിൽ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സായിട്ട് മാക്സ് ഹെൽത്ത് കെയർ, ശ്രീറാം ഫിനാൻസ്, TCS, അപ്പോളോ ഹോസ്പിറ്റൽ, ടെക്കം ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ കമ്പനിയായിട്ടുള്ള മാക്സും അപ്പോളോ ഹോസ്പിറ്റലും വന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ടാറ്റ സ്റ്റീലും അദാനി പോർട്ടും ITCയും പവർ ഗ്രിഡും ഐഷർ മോട്ടോഴ്സിലും ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE ഫ്ലാറ്റാണ്. ഫ്രാൻസ് 103 പോയിൻറ്റ് മൈനസാണ്. ജർമ്മൻ മാർക്കറ്റ് 52 പോയിൻറ്റ് പ്ലസ്സാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 1.59% സ്പൈക്ക് ഉണ്ടായിരുന്നു. കാണാം നിക്കി ജപ്പാൻ മാർക്കറ്റ് 2200 പോയിൻറ്റിലേറെ റാലി രേഖപ്പെടുത്തി. കൊറിയയും പോസിറ്റീവ്, ഷാങ്ഹായ് ചൈനയും പോസിറ്റീവ്, ഓസ്ട്രേലിയ മാത്രം 6 പോയിൻറ്റിൻ്റെ ഫോള്. ഗോൾഡും ഇന്ന് ഉയർന്നു $47 പെർ ഔൺസിന്. ബ്രന്റ് ഓയിൽ 65. ബിറ്റ്കോയിനും ശക്തമായ റാലി രേഖപ്പെടുത്തി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവായിട്ട് 108 പോയിൻറ്റിൻ്റെ പ്ലസ്സാണ്. ഇതാണ് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരവസ്ഥ. അതായത് നമ്മൾ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ഏഷ്യൻ മാർക്കറ്റിനോ അതല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിനോ വലിയ പ്രശ്നങ്ങളില്ല. ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റുന്ന പ്രതിഭാസം. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 1300 താഴെയാണ്. എന്നാൽ US മാർക്കറ്റോ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ US മാർക്കറ്റ് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരാഴ്ച നോക്കുകയാണെങ്കിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് യൂസിൽ നിന്ന് ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ ഒരു ഈവൻ്റ് ഒന്നും ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ ഗ്ലോബൽ ഈവൻറ്റുകൾ നോക്കാം. നമ്മുടെ ട്രേഡബിലിറ്റി ടാബിൽ ലഭ്യമാണ്. അപ്പോൾ അതനുസരിച്ചൊക്കെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന വെള്ളിയാഴ്ച ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ശനിയാഴ്ച ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും കംപ്ലീറ്റ് ഓഫ്ലൈൻ ക്ലാസ് കൊച്ചിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സീറ്റ് കുറവാണ്. താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമ്പനിയിൽ നമ്പറുണ്ട്, ബുക്ക് ചെയ്യാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, HCL ടെക് IT കമ്പനിയാണ്. അവർ MIT മീഡിയ ലാബായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GNL ഇന്ത്യ കമ്പനി അവർ 1000 കോടി രൂപയുടെ ഒരു ഓർഡർ കൊറിയയിൽ നിന്ന് ലഭിച്ചു. M&M കമ്പനി അവരുടെ ബലോറോ നിയോ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നു. ഓൾറെഡി തന്നെ താർ 3 ഡോറിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നിരുന്നു. KC ഇൻ്റർനാഷണൽ 1106 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സൈഡസ് ലൈഫ് സയൻസ് ഇവിടെ പുതിയ മെഡിസിന് കാനഡിയൻ ഗവൺമെൻറ് അംഗീകാരം കൊടുത്തു. മെട്രോപോളിസ് ഹെൽത്ത് കെയർ 23% ബിസിനസ് വളർച്ച കൈവരിച്ചു. ദീപക് നൈട്രൈറ്റ് കമ്പനി വഡോദരയിൽ അവരുടെ പുതിയ R&D സെൻറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ഭാരത് ഡൈനാമിക് കമ്പനി ആന്ധ്രയിൽ 1200 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. TVS റൈഡർ അഡ്വാൻസ് ഫീച്ചേഴ്സുള്ള വാഹനം അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. HPCL കമ്പനി പിച്ച് എന്ന് പറഞ്ഞ റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ടാറ്റ കമ്മ്യൂണിക്കേഷൻ പുതിയ AI പ്ലാറ്റ്ഫോം അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സാഗിൾ പ്രീപെയ്ഡ് കമ്പനി അവർ SMS ഗ്ലോബലായിട്ട് പുതിയ പാർട്ട്ണർഷിപ്പ് സൈൻ ചെയ്തു. എയർടെൽ കമ്പനി ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് പുതിയ ഓർഡർ ലഭിച്ചു. ഒല കമ്പനി അവർ
ഫെർട്ടിൽ മോട്ടേഴ്സിൻ്റെ അപ്രൂവൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ കോപ്പർ കമ്പനി 20 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര 14% ബിസിനസ് അപ്ഡേറ്റ് കൈവരിച്ചു. പൂൻവാല കമ്പനി 67% ഇവരുടെ ബിസിനസ് ഇയർ ഓൺ ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉയർന്നു. L&T മൈൻട്രി കമ്പനി പുതിയൊരു ഓർഡർ ലഭിച്ചു. ബ്രിഗേഡ് കമ്പനി ചെന്നൈയിൽ അവർ 1000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നു. ആസ്റ്റർ കമ്പനി ഇവർ ക്വാളിറ്റി കെയർ ആയിട്ട് മെർജർ ചെയ്യാനായിട്ടുള്ള NOC BSൽ നിന്നും NSൽ നിന്നും കമ്പനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ന്യൂസുകൾ. ഇനി മറ്റുള്ള പ്രീ മാർക്കറ്റ് ന്യൂസുകളായിട്ട് നമുക്ക് രാവിലെ നമുക്ക് എത്താം. കൂടാതെ തന്നെ വരുന്ന ശനിയാഴ്ച ദിവസം നമുക്കൊരു Q&A സെക്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളുടെ പണ്ട് നമ്മൾ നടത്തിയിരുന്ന Q&A സെക്ഷൻ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളെല്ലാം തന്നെ നമുക്കൊരു ഗൂഗിൾ ഫോമിൽ ഇടാം. വെള്ളിയാഴ്ച ഇടാം. അപ്പോൾ വെള്ളിയാഴ്ചത്തെ ന്യൂസ് പോസ്റ്റ് മാർക്കറ്റിൽ ഗൂഗിൾ ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ വെള്ളിയാഴ്ച വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ശനിയാഴ്ച നമ്മളൊരു Q&A സെക്ഷനായിട്ട് എത്താം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ചാനൽ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.